എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. റായ്പൂരിൽ വെച്ച് നടന്ന 27ാമത് ദേശീയ വനം കായികമേളയിൽ കേരളത്തിൻ്റെ സ്ഥാനം. റായ്പൂരിൽ വെച്ച് നടന്ന 27ാമത് ദേശീയ വനം കായികമേളയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2ാം സ്ഥാനം. റായ്പൂരിൽ വെച്ച് നടന്ന 27ാമത് ദേശീയ വനം കായികമേളയിൽ കേരളത്തിന് 2ാം സ്ഥാനമാണ്. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത്. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലമ്പാറ. പുല്ലമ്പാറ പഞ്ചായത്തിനാണ് മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത്. 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത് ത്രിവേണി കോണ്ടിനെൻ്റൽ കിങ്സ്. ത്രിവേണി കോണ്ടിനെൻ്റൽ കിങ്സ് ആണ് 2024 ഗ്ലോബൽ ചെസ് ലീഗിൽ കിരീടം നേടിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് പരമേഷ് ശിവമണി. പരമേഷ് ശിവമണിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവർ. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവർ അലസ്റ്റർ കുക്ക്, AB ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ്. അലസ്റ്റർ കുക്ക്, AB ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ് എന്നിവരാണ് 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവർ. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആശാലത ദേവി. ആശാലത ദേവിയാണ് അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ബാലാദേവി. ബാലാദേവിയാണ് അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ്. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ് 6A. വകുപ്പ് 6A ആണ് 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ്. 2024 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത്. 2024 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് നികിത പോർവാൾ. നികിത പോർവാളാണ് 2024 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത്. കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്ന് ബീച്ച് റോഡിൻ്റെ പുതിയ പേര്. കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്ന് ബീച്ച് റോഡിൻ്റെ പുതിയ പേര് സുനിൽ ഗവാസ്കർ ബീച്ച് റോഡ്. സുനിൽ ഗവാസ്കർ ബീച്ച് റോഡ് എന്നതാണ് കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്ന് ബീച്ച് റോഡിൻ്റെ പുതിയ പേര്. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ആൻഡോ ചാൾസ്. ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ.
US ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീടം സ്വന്തമാക്കിയത്? 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് അരീന സബലെങ്ക. അരീന സബലെങ്കയാണ് US ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീടം സ്വന്തമാക്കിയത്. നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതി. നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതി എൻ്റെ കൂട്. എൻ്റെ കൂട് പദ്ധതിയാണ് നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത്. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം സഹജ. സഹജ എന്ന സംവിധാനമാണ് തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. ലോകത്താദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം. ലോകത്താദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ലോകത്താദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ചത്. എഞ്ചിന് നൽകിയ പേര് കോസ്മോസ് എന്നാണ്. ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? 5% കുറച്ചത്. മുൻപ് 12%. ക്യാൻസർ മരുന്നുകളുടെ GST 5% കുറച്ചത്. ഇൻ്റർനാഷണൽ ഇക്വസ്ട്രിയൻ ഫെഡറേഷൻ സംഘടിപ്പിച്ച ദീർഘദൂര കുതിരപ്പന്തയത്തിൻ്റെ സീനിയർ വിഭാഗത്തിൽ ഓട്ടം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന റെക്കോർഡ് നേടിയത്? ഇൻ്റർനാഷണൽ ഇക്വസ്ട്രിയൻ ഫെഡറേഷൻ സംഘടിപ്പിച്ച ദീർഘദൂര കുതിരപ്പന്തയത്തിൻ്റെ സീനിയർ വിഭാഗത്തിൽ ഓട്ടം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന റെക്കോർഡ് നേടിയത് നിത അഞ്ജും. നിത അഞ്ജുമാണ് ഇൻ്റർനാഷണൽ ഇക്വസ്ട്രിയൻ ഫെഡറേഷൻ സംഘടിപ്പിച്ച ദീർഘദൂര കുതിരപ്പന്തയത്തിൻ്റെ സീനിയർ വിഭാഗത്തിൽ ഓട്ടം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന റെക്കോർഡ് നേടിയത്. ത്രിരാഷ്ട്ര ഇന്ത്യൻ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഇന്ത്യയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായത്? ത്രിരാഷ്ട്ര ഇന്ത്യൻ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഇന്ത്യയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായത് സിറിയ. സിറിയയാണ് ത്രിരാഷ്ട്ര ഇന്ത്യൻ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഇന്ത്യയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായത്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ സർവീസ് നടക്കുന്നത്? രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് നടക്കുന്നത് അഹമ്മദാബാദ് ടു ഭുജ്. അഹമ്മദാബാദ് ഭുജ് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം? കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാട്. കുട്ടനാടാണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം. ഗ്രഹാന്തര പര്യവേഷണങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചൊവ്വയിലേക്ക് 2 വർഷത്തിനുള്ളിൽ ആളില്ലാ സ്റ്റാർഷിപ്പ് അയക്കുന്നത്? ഗ്രഹാന്തര പര്യവേഷണങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചൊവ്വയിലേക്ക് 2 വർഷത്തിനുള്ളിൽ ആളില്ലാ സ്റ്റാർഷിപ്പ് അയക്കുന്നത് സ്പേസ് എക്സ്. സ്പേസ് എക്സ് ആണ് ഗ്രഹാന്തര പര്യവേഷണങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചൊവ്വയിലേക്ക് 2 വർഷത്തിനുള്ളിൽ ആളില്ലാ സ്റ്റാർഷിപ്പ് അയക്കുന്നത്. സൈബർ തട്ടിപ്പ് തടയാൻ 5 വർഷത്തിനുള്ളിൽ വിദഗ്ധരായ 5000 സൈബർ കമാൻഡോകളെ വിന്യസിപ്പിക്കുന്നത്? സൈബർ തട്ടിപ്പ് തടയാൻ 5 വർഷത്തിനുള്ളിൽ വിദഗ്ധരായ 5000 സൈബർ കമാൻഡോകളെ വിന്യസിപ്പിക്കുന്നത്
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സൈബർ തട്ടിപ്പ് തടയാൻ 5 വർഷത്തിനുള്ളിൽ വിദഗ്ധരായ 5000 സൈബർ കമാൻഡോകളെ വിന്യസിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ QR കോഡ് കോയിൻ വെൻഡിംഗ് മെഷീൻ QCVM ആരംഭിച്ച ധനകാര്യ സ്ഥാപനം. രാജ്യത്തെ ആദ്യത്തെ QR കോഡ് കോയിൻ വെൻഡിംഗ് മെഷീൻ ആരംഭിച്ച ധനകാര്യ സ്ഥാപനം ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കാണ് രാജ്യത്തെ ആദ്യത്തെ QR കോഡ് കോയിൻ വെൻഡിംഗ് മെഷീൻ QCVM ആരംഭിച്ച ധനകാര്യ സ്ഥാപനം. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യം. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യത്തിൻ്റെ പേര് പൊളാരിസ് ഡോൺ മിഷൻ. പൊളാരിസ് ഡോൺ മിഷൻ എന്നതാണ് ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യം. സ്റ്റോപ്പ് ക്ലോക്ക് നിയമപരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനം. സ്റ്റോപ്പ് ക്ലോക്ക് നിയമപരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനം ക്രിക്കറ്റ്. ക്രിക്കറ്റാണ് സ്റ്റോപ്പ് ക്ലോക്ക് നിയമപരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന കായിക ഇനം. ബൗളിംഗ് ടീമിന് 2 ഓവറുകൾക്കിടയിൽ എടുക്കാവുന്ന പരമാവധി സമയം 1 മിനിറ്റാക്കി നിജപ്പെടുത്തുകയാണ് ഉണ്ടായത്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം. സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഇക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. ഇക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബാണ് സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം. 23ാമത് SCO ഉച്ചകോടിയുടെ വേദി. 23ാമത് SCO ഉച്ചകോടിയുടെ വേദി ഇസ്ലാമാബാദ്. ഇസ്ലാമാബാദാണ് 23ാമത് SCO ഉച്ചകോടിയുടെ വേദി. സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചത്. സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചത് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചത്. 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് ജേതാവായത്. 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് ജേതാവായത് അർജുൻ എറിഗേസി. അർജുൻ എറിഗേസിയാണ് 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് ജേതാവായത്. ലോകത്തിലാദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച്. ലോകത്തിലാദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച് ഓളം. ഓളമാണ് ലോകത്തിലാദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച്. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സ്കാം സെ ബച്ചാവോ പ്രചാരണം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സ്കാം സെ ബച്ചാവോ പ്രചാരണം ആരംഭിച്ചത് മെറ്റ. മെറ്റയാണ് ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സ്കാം സെ ബച്ചാവോ പ്രചാരണം ആരംഭിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ ഹരിവരാസനം. ഹരിവരാസനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ. ലോകത്തിലാദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ. ലോകത്തിലെ ആദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ പവനചിത്ര. പവനചിത്രയാണ് ലോകത്തിലാദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ. ഏത് സർക്കാർ ഏജൻസിയാണ് ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിച്ചത്? ഏത് സർക്കാർ ഏജൻസിയാണ് ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം 2024 സംഘടിപ്പിച്ചത്?
ദേശീയ അന്വേഷണ ഏജൻസി NIA. ദേശീയ അന്വേഷണ ഏജൻസിയാണ് ന്യൂഡൽഹിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനം 2024 സംഘടിപ്പിച്ചത്. ഗ്രാമീണ ഇന്ത്യയിൽ STEM വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതിന് 2024 രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത്. ഗ്രാമീണ ഇന്ത്യയിൽ STEM വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതിന് 2024 രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത് അനിൽ പ്രധാൻ. അനിൽ പ്രധാനാണ് ഗ്രാമീണ ഇന്ത്യയിൽ STEM വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതിന് 2024 രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത്. പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം. പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം നേപ്പാൾ. നേപ്പാളാണ് പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം. ഗന്ധം ഞൊടിയിടയിൽ കണ്ടെത്താനായി ഇലക്ട്രോണിക് മൂക്ക് e-nose കണ്ടെത്തിയത് ഏത് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ്? ഗന്ധം ഞൊടിയിടയിൽ കണ്ടെത്താനായി e-nose ഇലക്ട്രോണിക് മൂക്ക് കണ്ടെത്തിയത് ഏത് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ്? സിഡ്നി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഗന്ധം ഞൊടിയിടയിൽ കണ്ടെത്താനായി ഇലക്ട്രോണിക് മൂക്ക് e-nose കണ്ടെത്തിയത്. 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി. 2024 നവംബറിൽ അന്തരിച്ച ആദ്യത്തെ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി കിക്കി ഹക്കാൻസൺ. കിക്കി ഹക്കാൻസനാണ് 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം ഉന്നതി. ഉന്നതിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം. 2024 അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത്. 2024 അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ. ടി പത്മനാഭനാണ് 2024 അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ. കുടുംബശ്രീയാണ് കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. മലിനീകരണരഹിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നത് ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണെന്ന് പ്രസ്താവിച്ച കോടതി. മലിനീകരണരഹിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നത് ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണെന്ന് പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് മലിനീകരണരഹിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നത് ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണെന്ന് പ്രസ്താവിച്ച കോടതി. സംസ്ഥാനത്ത് ആദ്യത്തെ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലം. സംസ്ഥാനത്ത് ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലം കൊച്ചി. സംസ്ഥാനത്തെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് കൊച്ചിയിലാണ്. 2024 32ാമത് SK പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായത്. 2024
32ാമത് SK പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായത് ഗോപി പുതുക്കോട്, ഷൈമജ ശിവറാം, നിസാർ ഇൽത്തുമിഷ്. ഗോപി പുതുക്കോട്, ഷൈമജ ശിവറാം, നിസാർ ഇൽത്തുമിഷ് എന്നിവരാണ് 2024 32ാമത് SK പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ 1ാം സ്ഥാനം നേടിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ 1ാം സ്ഥാനം നേടിയത് മലപ്പുറമാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ 1ാം സ്ഥാനം നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.